ഒറ്റപ്പാലം. ഇത്തവണ ഒറ്റപ്പാലത്തെ വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് ആ മേഖലയിലെ CPM-ന്റെ കരുത്തനായ PK ശശി കളം മാറി മത്സരിക്കുന്ന ഒരു സീറ്റാണ്. ഒറ്റപ്പാലം LDF-ന് വേണ്ടി സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ, UDF-ന് വേണ്ടി PK ശശി, NDA-ക്ക് വേണ്ടി മേജർ രവി എന്നിവർ മത്സരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാഹചര്യമാണ്. അതെ, PK ശശി അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ സാമ്പിൾ ശേഖരണത്തിന് വേണ്ടി പോയപ്പോൾ ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസ്സുകാർക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. PK ശശിയെ മത്സരിപ്പിക്കുന്നതിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സാമ്പിൾ എടുക്കുന്ന സമയത്ത് UDF-കാർ പൂർണ്ണമായും അദ്ദേഹത്തെ ഉൾക്കൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷേ അമ്പലപ്പുഴയിൽ സുധാകരനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കുറെ കൂടി കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ CPM-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ ഒറ്റപ്പാലത്ത് അത്രയും സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ റിസൾട്ട് വരുമ്പോഴും അത് മനസ്സിലാവും. PK ശശിയെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ഹരിഗോവിന്ദ്, ഇപ്പം ഷൊർണൂരിൽ മത്സരിക്കുന്ന ഹരിഗോവിന്ദ് അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതി അദ്ദേഹം അതിന്റെ പ്രാരംഭ ജനങ്ങൾക്കിടയിൽ അദ്ദേഹമായിരുന്നു സ്ഥാനാർത്ഥിയാവേണ്ടിയിരുന്നത്. അദ്ദേഹം ഡിസേർവിംഗ് ആയിരുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. ശരി, അപ്പൊ നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഒറ്റപ്പാലത്ത് വലിയ അട്ടിമറിയാണോ കാത്തിരിക്കുന്നത്? PK ശശി LDF-നെ മുക്കുമോ? ഒറ്റപ്പാലത്ത് എന്ത് സംഭവിക്കും? ഒറ്റപ്പാലത്തിന്റെ ഫിഗേഴ്സ് ഓൺ സ്ക്രീൻ. ഇല്ല, LDF-ന് തന്നെ 46.23, LDF, UDF 32.21 ഉള്ളൂ, NDA 21.56. ഒറ്റപ്പാലത്ത് LDF-ന് വ്യക്തമായ മുൻതൂക്കം. മത്സരരംഗത്ത് ഒരു തീവ്രതയുള്ള സ്ഥാനാർത്ഥി അല്ല PK ശശി എന്ന് വേണം ഈ ഒരു സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ. 14% ലീഡ് ഒറ്റപ്പാലത്ത് LDF-നുണ്ട്. ഒരു തരത്തിലും ടെൻഷൻ ഉണ്ടാക്കുന്ന സാഹചര്യമില്ല. നമ്മുടെ കാറ്റഗറിയിൽ A കാറ്റഗറിയിൽ പെടുന്ന മണ്ഡലമായിരുന്നു. നമ്മൾ ഏകദേശം 500-ന് അടുത്ത് സാമ്പിൾ എടുത്ത മണ്ഡലമായിരുന്നു. ആദ്യം വിസിറ്റിൽ നമ്മൾ പോയത് ഒറ്റപ്പാലം നഗരസഭയിലായിരുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് PK ശശി മൂന്നാമത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ മൊത്തം മണ്ഡലത്തിൽ ഉടനീളം? ഒരുപക്ഷെ നമ്മൾ വോട്ടെടുപ്പിന്റെ ദിവസവും ഒറ്റപ്പാലം നഗരസഭ നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ മേജർ രവി അവിടെ 2ാം സ്ഥാനത്തേക്ക് വരികയും PK ശശി 3ാം സ്ഥാനത്തേക്ക് പോയി ഉണ്ടാകുന്ന സാഹചര്യം. കഴിഞ്ഞ തവണ P സരിൻ മത്സരിച്ചപ്പോൾ 37% വോട്ട് അവിടെ UDF-ന് ഉണ്ടായിരുന്നു. ഈ സർവേ അനുസരിച്ച് 32% വോട്ടാണ് PK ശശിക്കുള്ളത്. UDF ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച് അവിടെ PK ശശിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് കഴിഞ്ഞ തവണത്തെക്കാൾ മോശം പെർഫോമൻസിലേക്ക് ഇത്തവണ പോകാമെന്നുള്ളതാണോ? അത് മാത്രമല്ല, വിജയിക്കുന്ന സ്ഥാനാർത്ഥി LDF-ന് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 12 or 14 അങ്ങനെ തോന്നുന്നു മാർജിൻ. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ് സർവേ പ്രകാരം. കാരണം 2ാം സ്ഥാനത്ത് വരുന്ന ആള് 1ാം സ്ഥാനക്കാരനേക്കാൾ വളരെ പിന്നിൽ. നമ്മളിപ്പോൾ ചില മണ്ഡലങ്ങളിൽ രണ്ടാമത് BJP വരുമ്പോൾ ആറ്റിങ്ങൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് BJP വരുന്നു, ജയിക്കുന്ന LDF വലിയ മാർജിനിൽ ജയിക്കുന്ന സാഹചര്യമുണ്ട്. ഒറ്റപ്പാലത്ത് സമാനമായ സാഹചര്യമാണ്. 37-ൽ നിന്നും വോട്ട് ഷെയർ കുറഞ്ഞ് 32 കുറയുന്നു. ആ കുറയുന്ന വോട്ട് മേജർ രവി പിടിക്കുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയാണ്. കാരണം കഴിഞ്ഞ തവണ NDA-ക്ക് അവിടെ 15% വോട്ടാണുള്ളത്. മേജർ രവിയോടെ മത്സരിക്കുമ്പോൾ 21%, 21.56 എന്ന് പറയുമ്പോൾ 22% NDA-യുടെ വോട്ട് അവിടെ ഉയരുന്നു. അത് UDF-ൽ, അതായത് UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് UDF-ന്റേതായുള്ള എല്ലാ വോട്ടും കിട്ടുന്നില്ല. ഒരു പക്ഷേ CPM-ൽ നിന്ന്, ഇടതുപക്ഷത്ത് നിന്ന് വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവും, അതും കിട്ടുന്നില്ല എന്നുള്ളതാണോ ഇതിന്റെ സൂചന? മറ്റൊരു അമ്പലപ്പുഴയിൽ അനുഭാവ വോട്ടുകൾക്ക് ഒരു ചോർച്ചയുണ്ട് ഈ പറഞ്ഞ സുധാകരനിലേക്ക്. അമ്പലപ്പുഴയിൽ G സുധാകരനും PK ശശിയും തമ്മിൽ ഒരു താരതമ്യവും. ഈ ഒറ്റപ്പാലത്ത് അങ്ങനെ ഒറ്റപ്പാലത്ത് കുറെ കൂടി പ്രവർത്തകരും അനുഭാവി സ്വഭാവമുള്ള ഒരു സാമ്പിൾ എടുക്കുമ്പോൾ PK ശശിക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് പരാജയപ്പെടുത്താൻ. UDF-നെ സംബന്ധിച്ച് UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന വോട്ടും പോയി, LDF-ന്റെ വോട്ട് കിട്ടാതെയും വന്നു. അങ്ങനെ ആകുമ്പോൾ BJP-ക്ക് കുറെ കൂടി വോട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന സിനാരിയോ ആണ്. അതെ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇദ്ദേഹം കർമ്മം കൊണ്ട് മണ്ടാർക്കാട്, MLA ആയത് ഷൊർണൂര്, വീട് നിൽക്കുന്ന ഒറ്റപ്പാലത്ത്. ഇപ്പോൾ PK ശശിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കണമെന്നൊരു ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒറ്റപ്പാലം ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നില്ല. UDF-കാർക്ക് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ട് ഇനി 10 ദിവസങ്ങളുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ സർവേ പ്രകാരം പ്രേംകുമാർ അവിടെ ഒരു കംഫർട്ടബിൾ മാർജിനിൽ ഒരു അട്ടിമറി സാധ്യത PK ശശിക്ക് നടത്താൻ ഈ അവസ്ഥയിൽ സാധ്യമല്ല.